ഇടുക്കി പൈനാവിൽ 2 വീടുകൾക്ക് തീയിട്ടു. പൈനാവ് സ്വദേശികളായ അന്നക്കുട്ടി, മകൻ ലിൻസ് എന്നിവരുടെ വീടുകളാണ് തീയിട്ട് നശിപ്പിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം അന്നക്കുട്ടിയുടെയും പേരക്കുട്ടിയുടെയും ദേഹത്ത് മകളുടെ ഭർത്താവ് സന്തോഷ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയിരുന്നു. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ഈ കുടുംബ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള തീയിടലേക്ക് നയിച്ചത് എന്നുള്ളതാണോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കുടുംബ പ്രശ്നങ്ങളാണ് ഈ ഒരു വീട് തീയിട്ട് നശിപ്പിക്കുന്നതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്നക്കുട്ടിയുടെ മകളുടെ ഭർത്താവ് സന്തോഷാണ് ഈ വീടുകൾക്ക് തീയിട്ടത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ ഇപ്പോൾ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ഈ കൊച്ചുമലയിൽ അന്നക്കുട്ടി അതുപോലെ തന്നെ മകൻ ജിൻസ് എന്നിവരുടെ വീടുകൾക്ക് തീയിട്ടത്. ഇത് ആരെ എന്നുള്ളതിൽ അവ്യക്തതയുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഇന്നലെ ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയും അപ്പോൾ തന്നെ ഈ പോലീസിലേക്ക് സംശയം തോന്നുന്ന ആളെന്ന നിലയിൽ സന്തോഷിനെ പ്രതി ചേർത്തുകൊണ്ട് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. മുമ്പ് ഏകദേശം 2 ആഴ്ച മുമ്പാണ് ഈ അന്നക്കുട്ടിയെയും അതുപോലെ തന്നെ അന്നക്കുട്ടിയുടെ പേരമകളുടെയും ദേഹത്ത് പെട്രോൾ ഒഴിച്ച സന്തോഷ് തീ കൊളുത്തിയിരുന്നത്. അന്ന് തലനാരിഴയ്ക്കാണ് അന്നക്കുട്ടിയും അതുപോലെ തന്നെ പേരമകളും രക്ഷപ്പെട്ടത്. ഇതിനുശേഷം പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങുകയുമായിരുന്നു. ഇതിന്റെ ഈ ഒരു കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വൈരാഗ്യം തന്നെയാണ് ഈ 2 വീടുകളും തീയിടാനുള്ള കാരണം എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ഈ അന്നക്കുട്ടിയുടെ വീട് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ജിൻസിന്റെ വീട് ഭാഗികമായും കത്തി നശിച്ചിട്ടുണ്ട്. ഈ സമയത്ത്, അതായത് തീയിടുന്ന സമയത്ത് ഈ അന്നക്കുട്ടിയും അതുപോലെ തന്നെ ജിൻസും വീട്ടിലുണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വലിയൊരു അപകടം വഴിമാറിയത്. ശരി, സുബിനാണ് വിവരങ്ങൾ നൽകിയത്.